വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരായിരിക്കും? സ്ത്രീകളാണ് വീട്ടിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. കാരണം അവർക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമത്തിലാക്കാനുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായി ഭവനം കൊണ്ടുപോകുവാൻ തക്കവണ്ണം നല്ലൊരു പരിശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉള്ളതുകൊണ്ട് അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ടൊക്കെ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ? ഈ അമ്മ പറയുന്നത് പിള്ളേരെല്ലാം അനുസരിച്ചിരുന്നെങ്കിൽ പിള്ളേരെല്ലാം ഇന്ന് പണ്ടേ സ്വർഗത്തിൽ പോയേനെ അല്ലേ? എല്ലാവരും റാങ്ക് മേടിച്ചേനെ. അമ്മ എപ്പോഴും പിള്ളേരോട് പറയുന്നത് എന്താണ്? പഠിക്ക് 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 പഠിക്ക്. ഇതിങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പനൊക്കെ ആണെങ്കിൽ എന്നാ ചെയ്യും? അപ്പനധികം മിണ്ടുകയല്ല. അതുകൊണ്ട് മക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര പേടിയാണ്, അധികം സംസാരിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ മൗനത്തിൻ്റെ ഒരു ബലിപീഠം എന്ന് പറയുന്നത് പിതാവാണ്. മൗനത്തിൻ്റെ ഭാഷ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ പിതാവാണ്. ഈ അപ്പം കടന്നുറങ്ങുമ്പോഴേ മക്കളും അമ്മയൊക്കെ ചെന്ന് ആ പുതപ്പൊന്ന് പൊക്കിയിട്ട് ആ കാലൊന്ന് നോക്കണം. നിങ്ങളുടെ അത്രയും കാലിൻ്റെ നല്ല സൗന്ദര്യം ഈ അപ്പൻ്റെ കാലിനുണ്ടാകുകയില്ല. ആ ചുവന്ന നിറമോ ആ രക്തത്തിൻ്റെ കളറോ ആ വർണ്ണങ്ങളോ ഒന്നും അപ്പൻ്റെ കാലിനുണ്ടാകുകയില്ല. അപ്പൻ്റെ കാലിങ്ങനെ കറുത്ത് പിടച്ച് ചുക്കി ചുരുണ്ട് വിണ്ട് കീറി ചെളി പുരണ്ട് നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ ചെളി കയറി നഖത്തിൻ്റെ ഷെയ്പ്പൊക്കെ വല്ലാതെ മാറി ഇങ്ങനെ ആയിരിക്കും അപ്പൻ്റെ കാല് ഇരിക്കുന്നത്. എന്താണെന്നറിയാമോ? മക്കളുടെ സൗഭാഗ്യത്തിന് വേണ്ടി അപ്പൻ നടന്നു തീർത്ത വഴികളുടെ അടയാളമാണ്. അപ്പൻ സഞ്ചരിച്ച വഴികളുടെ അടയാളമാണ് അപ്പൻ്റെ കാലം. ഇത് ഇവിടെ ഇരിക്കുന്ന പുണ്യപിതാക്കന്മാരുടെ എല്ലാം കാലം നോക്കി അറിയാം. ഇവരൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി പ്രയാസപ്പെട്ട് ഭൂമിയോട് മല്ലടിച്ച് കല്ലിലും മുള്ളിലും എല്ലാം ചവിട്ടി തീർത്ത് മക്കളെ വളർത്തിയെടുത്ത വഴികളുടെ ചില അടയാളങ്ങളാണ് അവരുടെ കാലിൽ കാണുന്നത്. കിടന്നുറങ്ങുമ്പോൾ അറിയാതെ ചെന്ന് ആ കാല് തൊട്ട് ഒന്ന് വന്നിക്കണം. അപ്പനൊന്ന് തല്ലിക്കഴിഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ് അല്ലേ? അപ്പനൊന്ന് വഴക്ക് പറഞ്ഞാൽ വല്ലാത്ത പ്രശ്നമാണ്. ഉടനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇനി ഈ വീട്ടിൽ യാതൊരു സമാധാനവും കിട്ടുകയില്ല. ഈ മക്കൾ എത്ര കാലഘട്ടം ഈ അപ്പൻ്റെ ഒക്കത്തിരുന്ന് അപ്പൻ്റെ ഷർട്ടും മുണ്ടും മൂത്രമൊഴിച്ച് നനച്ചതാണ്. എത്ര പ്രാവശ്യം ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പൻ ഒരിക്കൽ പോലും ഒരു വെറുപ്പ് കാണിച്ചിട്ടില്ല. ഇന്ന് അപ്പന് പ്രായമായി ഒന്ന് ഛർദ്ദിച്ചതിൻ്റെ പേരിൽ, അറിയാതെ ഒന്ന് മൂത്രമൊഴിച്ചതിൻ്റെ പേരിൽ, ഒരു വിസർജനം സംഭവിച്ചതിൻ്റെ പേരിൽ മക്കൾ ഇന്ന് അപ്പനെ ഇങ്ങനെ വിദൂരത്ത് ആക്കുകയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, എന്നെ കേൾക്കുന്ന ഏവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ നഷ്ടപ്പെടുത്തുന്നത് മൗനമായി ജീവിക്കുന്ന ഒരു ബലിപീഠമാണ് നമ്മൾ ഭവനത്തിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്നത്. ഈ അപ്പൻ്റെ കഷ്ടപ്പാടുകൾ അല്ലേ? കഷ്ടപ്പാട്, ഈ പാടുകളില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് തലയിൽ മുണ്ടിട്ട് ഇങ്ങനെ സൗഭാഗ്യത്തോടു കൂടി ഇവിടെ വന്ന് ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവരുടെ എത്ര സ്വപ്നങ്ങൾ അവരൊഴിച്ചു വെച്ചിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് പോകണം, അവിടെ പോയി ജോലി ചെയ്യണം, അവിടെ യാത്ര ചെയ്യണം, ഇവിടെ യാത്ര ചെയ്യണം എന്നൊത്തിരി ആഗ്രഹങ്ങളെല്ലാം ഈ പിതാക്കന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉണ്ടായപ്പോൾ ചക്രം ചവിട്ടുകാരൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒരെണ്ണം ഇങ്ങനെ ചവിട്ടി താഴ്ക്കുമ്പോൾ അടുത്തത് നെഞ്ചത്തോട്ട് വരും. മൂത്തോന് ഫീസ് കൊടുത്തിട്ട് വരുമ്പോൾ രണ്ടാമത്തോൻ വന്ന് ഫീസ് ചോദിക്കാനായിട്ട് തുടങ്ങും. ഭവനത്തിലെ പ്രശ്നങ്ങളും അങ്ങനെയാണ്. ഓരോ പ്രതിസന്ധികളെ അതിജീവിച്ച് അത് ചവിട്ടി താഴ്ത്തി കഴിയുമ്പോൾ അടുത്തത് നെഞ്ചോട് ഇങ്ങനെ വരികയാണ് അല്ലേ? മക്കളുണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും മക്കൾ വളർന്നാൽ നിങ്ങൾക്ക് വിശ്രമം കിട്ടും എന്ന്. അപ്പോഴാണ് മക്കളുടെ മക്കൾക്ക് ഉണ്ടാകുന്നത്. അവരെ ആര് വളർത്തും? നിങ്ങൾ തന്നെയാണ് വളർത്തുന്നത്. വിദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് രാജ്യം കാണാനാണെന്നാണ് വിചാരിച്ചത്. എൻ്റെ പൊന്നു മക്കളെ, എന്നെ തല്ലല്ലേ, രാജ്യം കാണാനാണെന്ന് വിചാരിച്ചല്ല, മക്കളെ നോക്കാനാണ്. പക്ഷെ നിങ്ങൾക്ക് അതൊരു ബലിയർപ്പണമാണ്. ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. തൻ്റെ രക്തം, താൻ ഏൽക്കേണ്ട മുറിവുകൾ, താൻ നടക്കേണ്ട വഴികൾ, ഇവയെക്കുറിച്ചൊക്കെ വല്ലാത്ത ഒരു ചിന്ത നമുക്ക് ഉണ്ട്. എൻ്റെയാണ് എല്ലാം, എൻ്റെ ജീവിതം ഇങ്ങനെ മക്കൾക്ക് വേണ്ടി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഇങ്ങനെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത. ഇതൊരു മൗനമായ ധ്യാനത്തിൻ്റെ വിഷയമാണ്. പണ്ട് യോഹന്നാൻ സ്നാപകൻ്റെ തല വെട്ടിയ വിവരം ശിഷ്യന്മാർ വന്ന് കർത്താവിനോട് പറഞ്ഞു. അപ്പോൾ കർത്താവ്
ഒരക്ഷരം പോലും ഉരിയാടിയില്ല. മൗനമായിട്ട് നടന്ന് നീങ്ങിയുള്ളൂ. പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മൗനമായിട്ട് തീരും. അങ്ങനെയല്ലേ? നേരത്തെ പറഞ്ഞ വണ്ടി ഇടിച്ച കഥയിൽ ഒരുവന് നല്ല ശബ്ദം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇച്ചിരി ശബ്ദം കുറവാണെങ്കിൽ നമ്മൾ മൗനമായിട്ടിരിക്കും. എന്തു പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവും ഇല്ല, മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നല്ല കാര്യം എന്ന് വിചാരിക്കും. നമ്മുടെ വീട്ടിൽ ഈ ഭർത്താക്കന്മാർ മിണ്ടാതിരിക്കുന്നത് തോറ്റത് കൊണ്ടല്ല, പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. ചില മക്കളിങ്ങനെ ഉറക്കെ ഒരിയിടും. ഇപ്പോൾ മാതാപിതാക്കൾ നിശബ്ദമായിരിക്കുന്നത് അവർക്ക് കഴിവില്ലാഞ്ഞിട്ടോ പറഞ്ഞു തരാൻ പ്രാപ്തിയില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ടാണ്. അപ്പോൾ പ്രതിസന്ധി ജീവിതത്തിൽ നമ്മളെ മൗനത്തിൻ്റെ ചില തലങ്ങളിലേക്ക് എത്തിച്ച് ചേർക്കും. 2 മരം വെട്ടുകാരുണ്ടായിരുന്നു. ഒരാൾ ഒട്ടും വിശ്രമിക്കാതെ രാവിലെ മുതൽ അന്തിയാകുന്നതും വരെ മരം വെട്ടുകയാണ്. അവർ തമ്മിലുള്ള മത്സരം അന്തിയാവുമ്പോഴേക്കും ആരാണ് കൂടുതൽ മരം വെട്ടുന്നത് എന്നുള്ളതായിരുന്നു അവർ തമ്മിലുള്ള മത്സരം. ഒരാൾ വിശ്രമം കൂടാതെ ഇങ്ങനെ മരം വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്തയാൾ കുറച്ച് മരം വെട്ടും, അത് കഴിയുമ്പോൾ അയാൾ പോയി വിശ്രമിക്കും, വീണ്ടും മരം വെട്ടും, വീണ്ടും വിശ്രമിക്കും. സന്ധ്യയായപ്പോൾ ഏറ്റവും കൂടുതൽ മരം വെട്ടിയത് വിശ്രമിച്ച ആളാണ്. ഏറ്റവും കൂടുതൽ മരം വെട്ടിയത്. എപ്പോഴും ഇങ്ങനെ അലമുറയിട്ടുകൊണ്ടിരുന്നാൽ, ബഹളം വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതം വിജയത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാൻ സാധിക്കുകയില്ല. മൗനത്തിൻ്റെ ഭാഷ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങളെ അമ്മ എന്ന പദം മുതൽ മാതാപിതാക്കൾ ഇങ്ങനെ പഠിപ്പിക്കും, കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. പ്രത്യേകിച്ച് ഈ പരീക്ഷാ കാലഘട്ടങ്ങളാകുമ്പോൾ സ്കൂളിൽ ചെന്നാൽ അവിടെ ടീച്ചർമാരുണ്ടാവും, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ടീച്ചറും മാഷും ഉണ്ടാവും. അപ്പനും അമ്മയാണ് ടീച്ചറും മാഷും. ഇവർ 2 പേരും ചേർന്ന് പിള്ളേരെ ഇങ്ങനെ ആക്രമിക്കുകയാണ്, പഠിക്കാൻ പറഞ്ഞും പഠിപ്പിച്ചു കൊടുത്തും ഒക്കെ. അപ്പോൾ പഠിപ്പിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അപ്പനും അമ്മയ്ക്കും വിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കാരണം വായിലെ വെള്ളം പറ്റിയല്ലോ. അതുകൊണ്ട് പിള്ളേരുടെ കയ്യിൽ ഈ പുസ്തകമൊക്കെ വരമേൽപ്പിച്ചിട്ട് അപ്പനും അമ്മയും പറയും, എന്താണ് ഇനി നീ ഇരുന്ന് പഠിക്കാനായിട്ട് പറയും. ഏതെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്നറിയത്തില്ല. ഏതെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടോ ഈ കുഞ്ഞിനോട് അല്പസമയം നീ ഒന്ന് മൗനമായിരിക്കാൻ? നമ്മൾ വാചാലമാകുവാനായിട്ടാണ് എപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നത്. മൗനമായിരിക്കുവാനായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. അതാണ് നമ്മൾക്ക് പറ്റിയ തെറ്റ്. പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ തുടക്കം മുതലേ നമ്മൾ സുവിശേഷ ഭാഗത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തി ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ഭാഗമുണ്ട്. മറിയം മനസ്സിൽ സംഗ്രഹിച്ചു. അവൾ മൗനിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ തൻ്റെ മകൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഈ മാതാവ് ഈ മകനെ എപ്പോഴും അനുധാവനം ചെയ്യുന്നുണ്ട്. എല്ലാ സമയങ്ങളിലും എല്ലാ കാലങ്ങളിലും ഈ അമ്മ മകനെ ഇങ്ങനെ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിലൂടെ ഈ മാതാവ് തൻ്റെ മകന് കൊടുക്കുന്ന ഒരു ആത്മധൈര്യമുണ്ട്. അത് ക്രൂശിൽ ചെന്ന് ബലിയർപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ധൈര്യമാണ് അമ്മ നൽകുന്നത്. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ, പീഡാനുഭവ വേളയിൽ, ഏറ്റവും ഒടുവിൽ ക്രൂശാരോഹണ വേളയിലൊക്കെ ഈ അമ്മ ഈ ക്രൂശിൻ്റെ ചുവട്ടിലുണ്ട്, മകനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. മക്കളുടെ പ്രതിസന്ധിയിൽ മാതാപിതാക്കൾക്ക് നിലനിൽക്കുവാൻ കഴിയുന്നത് ജീവിതത്തിൽ മൗനം അവലംബിച്ചിട്ടുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ ഏതൊരു പ്രതിസന്ധിയിലും മക്കളോട് ചേർന്ന് നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. ഈ അമ്മ തൻ്റെ ജീവിതത്തിൽ തൻ്റെ മകനെ ഏൽക്കുവാൻ പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും കണ്ടറിഞ്ഞ് കരഞ്ഞ് അമ്മ ഇങ്ങനെ മൗനമായിട്ട് നടന്ന് നീങ്ങുകയാണ്. അതാ മൗനത്തിൻ്റെ ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ്. മൗനം ഉള്ളവർക്കേ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഈ നാടൻ പിടക്കോഴിയെ കണ്ടിട്ടില്ലേ? നാടൻ പിടക്കോഴി മുട്ടയിടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? കണ്ടിട്ടുണ്ടോ?
കോഴി എവിടെ, മുട്ടയെവിടെ? ഈ കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബഹളമാണ്. നാട്ടുകാരെ വീട്ടുകാരെ ഓടിവാ, ഇതാ ഇവിടെ ഒരു മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു എന്ന് കോഴി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, കുക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ താറാവ് കോഴിയെക്കാട്ടിലും കുറച്ചുകൂടെ ധ്യാനം, മൗനത്തിൻ്റെ ധ്യാനം പരിശീലിച്ചിട്ടുള്ളതാണ്. താറാവിന് വലിയ ബഹളമൊന്നുമില്ല. പക്ഷെ കോഴി ഇടുന്ന മുട്ടയേക്കാൾ കുറച്ച് വലിപ്പം കൂടുതൽ താറാവ് ഇടുന്ന മുട്ടയ്ക്കാണ്. അപ്പം മൗനം അവലംബിക്കുന്ന ജീവിതത്തിൻ്റെ വിജയം വളരെ ശ്രേഷ്ഠമായിരിക്കും. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രണയിച്ച് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ പ്രണയിച്ച് നടക്കുന്നവർക്ക് ഇഷ്ടമുള്ള ഇടം എവിടെയാണെന്നറിയോ? ഞാൻ ഈ സാധാരണ ഭാഷയിലാണ് പറയുന്നത്, കാരണം നാട്ടിൻ പ്രദേശത്തുള്ളവരാണ്. സാധാരണ ഭാഷ, വലിയ ഭാഷയൊന്നും പ്രയോഗിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതുകൊണ്ട് സാധാരണ ഭാഷയിലാണ് പറയുന്നത്. ഈ പ്രണയിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഇടം എവിടെയാണ് അറിയാമോ? വിജനമായ ഇടമാണ്, വിജനമായ വീഥികൾ, വിജനമായ ഇടങ്ങളാണ് അവർക്ക് ഇഷ്ടം. കാരണം ആ വിജനമായ ഇടത്ത് ചെന്ന് ഇരുന്നാൽ മാത്രമേ അവർക്ക് ആശയങ്ങൾ സംവേദിക്കുവാനായിട്ട്, അവരുടെ കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ 10-40 ദിവസം മണവാളനും മണവാട്ടിയാണല്ലോ, അല്ലേ? നിങ്ങളെ ഇങ്ങനെ മാലാഖന്മാർ വിട്ട് ആളയച്ച് ഇവിടെ ബലിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചേർത്ത് നിർത്തി ബന്ധിക്കും. ഒരു കുരിശ് നിങ്ങൾക്ക് ഇടയ്ക്ക് നാട്ടിയിട്ട് നിങ്ങളെ ഒരു ചരട് കൊണ്ട് ബന്ധിക്കും, അല്ലെ? ഒരു പാട്ടൊക്കെ പാടി കിരീടമൊക്കെ ആവസിപ്പിച്ച് അതിനുശേഷം സ്ലീബായുടെ ഗീതങ്ങളൊക്കെ ആലപിച്ച് നിങ്ങളെ ആ ക്രൂശോട് ചേർത്ത് ബന്ധിക്കും. ഈ ബന്ധിച്ച് നിങ്ങളെ ഈ ദേവാലയത്തിൽ നിന്ന് പറഞ്ഞ് അയക്കുകയാണ്. അപ്പോൾ വിവാഹ കൂദാശ ഒരിക്കലും അവസാനിക്കുന്നില്ല. രണ്ടുപേരും ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്നിടത്തോളം കാലം ഈ വിവാഹ കൂദാശ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യം മണവാളനും മണവാട്ടിയായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആരായിത്തീരും? ഭാര്യയും ഭർത്താവുമായിട്ട് തീരും. അത് കഴിഞ്ഞ് നിങ്ങളെന്തായി തീരും? അപ്പനും അമ്മയായിട്ട് തീരും. അത് കഴിഞ്ഞ് വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ ആയിട്ട് തീരും. ഈ കാലഘട്ടങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ശുശ്രൂഷകൾ നടത്താറുണ്ടോ? അപ്പനും അമ്മയാവും പ്രത്യേകിച്ച് ശുശ്രൂഷയുണ്ടോ? ഇല്ല. കാരണം ആ വിവാഹ കൂദാശയുടെ കണ്ടിന്യൂഷനാണ്. മരിക്കുന്നിടം വരെ ആ കൂദാശ ഇങ്ങനെ തുടർന്ന് കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വിവാഹം കഴിച്ചു ഈ 40 ദിവസം രാജാവും രാജ്ഞിയുമായിട്ട് ഇങ്ങനെ നിങ്ങൾ ജീവിക്കുകയാണ്. ഭവനത്തിൻ്റെ അധികാരികളായിട്ട് ജീവിക്കുകയാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാനാണ്. ഈ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ദൈവം എനിക്കൊരുക്കിയിരിക്കുന്ന തുണയോട് അല്പസമയം ഒന്ന് സംസാരിക്കുവാനായിട്ട്. മൗനത്തിൻ്റെ ഭാഷയിൽ വിജനമായ ഇടങ്ങൾ നിങ്ങളെ തേടുന്നുണ്ട്. പക്ഷേ വിരുന്നും കുരവയൊക്കെ ആയിട്ട് ആ വിജനമായ ഇടങ്ങളിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കുവാനോ അല്പം ഒന്ന് തുറന്ന് സംസാരിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കുടുംബ ബന്ധങ്ങൾ ഇന്ന് ശിഥിലമാകുന്നത്. വക്കീലന്മാർ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാനും ഒരു വക്കീലാണ്, അതുകൊണ്ടാണ് ഇത് തുറന്നു പറയുന്നത്. പൊതുവേ ഈ പുതിയതായിട്ട് എൻറോൾ ചെയ്ത കുഞ്ഞുങ്ങൾ പറയുന്നത് കുറേ ഡൈവോഴ്സ് കേസ് പിടിച്ചാൽ മതി ജീവിക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ അച്ഛന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർവേരിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വക കേസുകളൊന്നും എടുക്കാനും സാധിക്കത്തില്ല. അപ്പോൾ ആ മൗനത്തിൻ്റെ വീതിയിലൂടെ അല്പസമയം ഒന്ന് നടന്നിരുന്നുവെങ്കിൽ പരസ്പരം മനസ്സിലാക്കുവാനും കുറവുകൾ പരിഹരിക്കുവാനും പ്രതിസന്ധികളെ ഒരുമിച്ച് നേരിടുവാനുമുള്ള ചില പരിശീലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവിടെ നിന്ന് ലഭിച്ചേനെ. പക്ഷെ ആ മൗനത്തിൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മൗനത്തിൻ്റെ വലിയ കാലങ്ങളിലേക്ക് സഞ്ചരിക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയാതെ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. ബാബേൽ ഗോപുരം പണിയുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. നിശബ്ദതയില്ലാത്ത മനുഷ്യൻ ജീവിതത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടും. നിശബ്ദമായിരിക്കുന്ന മനുഷ്യൻ എപ്പോഴും തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് കൂടുതൽ ബഹളങ്ങളൊന്നുമില്ലാത്ത വീതിയിലൂടെയാണ് അവന് സഞ്ചരിക്കുന്നത്, നമ്മുടെ അപ്പന്മാർ സഞ്ചരിക്കുന്നത് പോലെ. അപ്പോൾ ഇവിടെ ബാബേൽ ഗോപുരം പണിയുന്ന
ആ കാലഘട്ടത്ത് അവർ പറയുകയാണ്, നമുക്കൊരു പട്ടണം ആകാശം മുട്ടുന്ന ഗോപുരം തീർത്ത് പ്രശസ്തി നിലനിർത്താമെന്ന്. പ്രശസ്തി നിലനിർത്താനുള്ള അവരുടെ യാത്രയിലുണ്ടല്ലോ, അവരുടെ ഭാഷ നഷ്ടപ്പെടുകയാണ്. എപ്പോൾ അവർ പ്രശസ്തി നിലനിർത്തുവാനായിട്ട് മുന്നോട്ട് നടന്ന് നീങ്ങിയോ അവരുടെ മൗനത്തിൻ്റെ ഭാഷ നഷ്ടപ്പെടുന്നു. അതാണ് ബാബേലിൻ്റെ ചരിത്രം. നാക്ക് പിഴച്ച് പണി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ബാബേൽ ചരിത്രത്തിൽ പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, നാക്ക് പിഴച്ച് പണി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ബാബേൽ ചരിത്രത്തിൽ പറയുന്നത്. മൗനത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടാൽ നാക്ക് പിഴയ്ക്കും. അത് പുരോഹിതനാണേലും ജനമാണേലും പാത്രീർക്കീസാണേലും മെത്രാപ്പോലിത്തയാണേലും മൗനത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടാൽ നാക്ക് പിഴയ്ക്കും. എപ്പോഴും മൗനമാണ് പാഠ്യവിഷയം. ആത്മീയതയിൽ മൗനമാണ് പാഠ്യവിഷയം. നമ്മൾ കൂദാശകൾ എന്ന് വിളിക്കാറില്ല, രഹസ്യം എന്നാണ് വിളിക്കുന്നത്, അല്ലേ? വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിച്ചാൽ നമുക്കറിയാം, ജനങ്ങൾ പരസ്യമായിട്ട് പ്രാർത്ഥന ചൊല്ലുന്ന സമയത്തും പുരോഹിതനെ രഹസ്യമായിട്ടുള്ള പ്രാർത്ഥനകൾ ചൊല്ലുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. മൗനത്തിൻ്റെ ഭാഷ ഒരിക്കലും ഒരു പ്രാർത്ഥനയിലും നഷ്ടപ്പെട്ടു പോകരുതാണ്. പ്രാർത്ഥന അധരങ്ങൾ കൊണ്ട് ചൊല്ലുമ്പോഴും മൗനത്തിൻ്റെ ഭാഷയിൽ നാം ദൈവത്തോട് സംവേദിക്കുന്നുണ്ട്. അതാണ് ആ 3 ദിവസത്തെ വഴിദൂരത്തിൽ നമ്മൾ കാണുന്ന മൗനത്തിൻ്റെ ധ്യാനം. എല്ലാ പ്രാർത്ഥനയിലും എല്ലാ യാമങ്ങളിലും ഈ മൗനം അവലംബിക്കുവാൻ, മൗനത്തിൻ്റെ ഭാഷ അവലംബിക്കുവാനായിട്ട് കഴിയണം. കീർത്തി നിലനിർത്തുവാനുള്ള തത്രപ്പാടത്തിൽ സ്നേഹത്തിൻ്റെ മൗനത്തിൻ്റെ ഭാഷ അവർക്ക് നഷ്ടപ്പെടുന്നു. പെരുന്തച്ഛനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലേ, പഴയ കാലത്തൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നു പെരുന്തച്ഛൻ്റെ, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. പെരുന്തച്ഛൻ്റെ കഥ നിങ്ങൾക്ക് അറിയാം. കീർത്തി കേട്ടത് അച്ഛൻ, മരം കൊണ്ട് വലിയ കൊട്ടാരം പണിയുന്ന പടുത്തുയർത്തുന്ന പ്രസിദ്ധനായ തച്ചൻ. അയാൾ പ്രശസ്തി നേടി. പക്ഷെ എന്ത് സംഭവിച്ചു? അയാൾക്കൊടുവിൽ സ്നേഹത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടു. സ്വന്തം മകനെ തൻ്റെ ഉളി കൊണ്ട് അപ്പൻ വധിക്കുകയാണ്. പ്രശസ്തി നേടുവാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്നേഹത്തിൻ്റെ ഭാഷ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൻ്റെ മകനെ വധിക്കുകയാണ്. ഇന്ന് പെരുന്തച്ഛനെ ഓർക്കുന്നത് തച്ചുശാസ്ത്രത്തിൻ്റെ പേരിലല്ല പെരുന്തച്ഛനെ ഇന്ന് ഓർക്കുന്നത്, മറിച്ച് പെരുന്തച്ഛൻ കോംപ്ലക്സിൻ്റെ പേരിലാണ് ഓർക്കുന്നത്. നമ്മളത് ആത്മീയതയിലേക്ക് കടന്നാൽ പുതിയ തരത്തിലുള്ള സ്പിരിച്വൽ ജലസി എന്നുള്ള പേരൊക്കെ ഇട്ട് അതിനെ വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു പെരുന്തച്ഛൻ കോംപ്ലക്സ് തന്നെയാണ്. അപ്പം മൗനത്തിൻ്റെ ഭാഷ വളരെ അധികം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ചെലുത്തേണ്ടി ഇരിക്കുന്നു. 3 ദിവസത്തെ വഴിദൂരം നാം സഞ്ചരിക്കുമ്പോൾ, ഈ നോമ്പിൽ സഞ്ചരിക്കുമ്പോൾ, ഒരു പ്രാർത്ഥനയെ നമ്മൾ ജീവിതത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ മൗനത്തിൻ്റെ ഭാഷയാണ് അവലംബിക്കേണ്ടത്. ക്രിസ്തു ശിഷ്യനെ വിളിക്കുന്നത്, ശിഷ്യന്മാരെയൊക്കെ ക്രിസ്തു വിളിച്ചല്ലോ, അടുത്തിരിക്കാനല്ല. ക്രിസ്തു ശിഷ്യന്മാരെ വിളിക്കുന്നത് അടുത്തിരിക്കാനല്ല, അകത്ത് ഇരിക്കാനാണ്, അല്ലേ? എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുമെന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. എൻ്റെ അടുത്തിരിക്കാനല്ല, ക്രിസ്തുവിൻ്റെ അടുത്തിരിക്കാനല്ല ശിഷ്യന്മാരെയും നമ്മളെയും ദൈവം വിളിച്ച് ചേർത്തിരിക്കുന്നത്. മൗനത്തിൻ്റെ ഭാഷ അടയാളപ്പെടുത്തിയ ഒരു ജനതയായി ജീവിച്ച് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുവാനും നാം ക്രിസ്തുവിൻ്റെ ഉള്ളിൽ വസിക്കുവാനും അകത്തിരിക്കുവാനാണ് ക്രിസ്തു വിളിച്ച് ചേർത്തിരിക്കുന്നത്. കത്തോലിക്ക സഭയിലെ പ്രശസ്തനും അതുപോലെ തന്നെ വളരെ ശ്രേഷ്ഠമായ ജീവിതവും ഉള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് അസിസി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ശ്രേഷ്ഠമായ മൗനം അവലംബിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് കത്തോലിക്ക സഭ അദ്ദേഹത്തെ 2ാം ക്രിസ്തു എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഒരു വ്യാപാരിയായിരുന്നു,
തൻ്റെ ലൗകിക ജീവിതത്തിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഒരു നിമിഷത്തിൽ അവൻ ദൈവത്തെ അറിഞ്ഞ് ദൈവിക വിളിയെ അടയാളപ്പെടുത്തി അവൻ ജീവിക്കുകയാണ്. പിന്നീട് മൗനത്തിൻ്റെ ഭാഷയാണ്. അവൻ്റെ പഴയകാല ചരിത്രങ്ങളെല്ലാം വിസ്മരിക്കപ്പെട്ടു. മൗനം എപ്പോഴും ജീവിതത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ പൂർവകാല പാപങ്ങൾ ഓർക്കാതെ ഞങ്ങളെ കൈക്കൊള്ളണമെന്ന് പുരോഹിതന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പൂർവ്വ പാപങ്ങളൊക്കെ മാഞ്ഞ് പോയി നമ്മുടെ നന്മകൾ ലോകം അടയാളപ്പെടുത്തുന്ന തരത്തിലേക്ക് നാം ചെന്ന് എത്തും. ഇതുകൊണ്ടാണ് യൂദായിൻ മറവിലമർന്ന മന്നനെ മോഷ്ടിച്ചാൾ താമാർ, അവൾ മോഹി ചൊരുലാവണ്യം വിജയശ്രീ ഇന്നാർജിച്ചു. അപ്രേം താമാറിനെ കുറിച്ച് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് പാടുകയാണ്. വേദോത്സവം വായിക്കുമ്പോൾ നമുക്ക് താമാറിനോട് അല്പം നീരസമൊക്കെ തോന്നാം. പക്ഷെ അപ്രേമിൻ്റെ കാവ്യത്തിലൂടെ ഒന്ന് കടന്നുപോയാൽ ഈ താമാറിനോടുള്ള എല്ലാ നീരസവും മാറും. അതുപോലെ താമാറിനെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുത്ത് ഒരു വിശുദ്ധിയെ അടയാളപ്പെടുത്തി ജീവിക്കുകയാണ്. കാരണം അവളുടെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ അവൾ അവലംബിച്ച മൗനമാണ് പരിശുദ്ധനായ അപ്രേമിനെ ഇങ്ങനെ ഒരു കീർത്തനം എഴുതുവാനായിട്ട് പ്രേരിപ്പിച്ചത്. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭം മുതൽ അതിൻ്റെ പരിസമാപ്തി വരെ ക്രിസ്തു ഇങ്ങനെ നിശബ്ദനായിട്ട് നിലകൊള്ളുകയാണ്. ന്യായവിധിയുടെ പീലാത്തോസിൻ്റെ മുമ്പാകെ ക്രിസ്തുവിനെ പ്രവേശിപ്പിക്കുമ്പോൾ സുവിശേഷ ഭാഗങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഏറിയോ എന്ന് ചോദിച്ചിട്ടും ഒരക്ഷരം പോലും അവൻ ഉരിയാടിയില്ല. എന്തെല്ലാം ആരോപണങ്ങളാണ് ക്രിസ്തുവിനെ കുറിച്ച് അവിടെ ഉന്നയിക്കുന്നത്. പക്ഷെ ക്രിസ്തു നിശബ്ദമായിട്ട് ഇങ്ങനെ നിലകൊള്ളുകയാണ്. നിശബ്ദതയ്ക്ക് വലിയ ഒരു ആത്മീയ തലമുണ്ട്. നന്മ എപ്പോഴും നിശബ്ദതയുടെ കൂടെയാണ്. തിന്മ അസേർട്ടീവാണ്, അതിങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കും. നമുക്കറിയാം, ഈ പരിസമാപ്തിയിൽ, പരസ്യ ശുശ്രൂഷയുടെ പരിസമാപ്തിയിൽ നിശബ്ദനായി നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ കൂടെ ആരുണ്ട്? അത്രയും കാലം രോഗത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരും ഉണ്ടോ? ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ച അനേകം ആയിരങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം ഭക്ഷിച്ച അനേക ആയിരങ്ങൾ അവിടെയുണ്ട്. ആരാണ് ക്രിസ്തുവിനെ അവിടെ സപ്പോർട്ട് ചെയ്ത് നിന്നത്? ഏതാനും കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ന്യൂനപക്ഷമേ ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് നന്മ ഭൂരിപക്ഷത്തിൻ്റെ കൂടെയാണ് നന്മ എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത് ചില കാലഘട്ടങ്ങളിൽ ഉണ്ടാകും. ന്യൂനപക്ഷത്തിൻ്റെ കൂടെയാണ് ഇവിടെ നന്മ ഇങ്ങനെ നിശബ്ദമായിട്ട് നിലകൊള്ളുകയാണ്. തിന്മ എന്താണ്? ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്, തട്ടഹസിക്കുവാണ്, അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിന്മ. ഈ തിന്മയ്ക്കുണ്ടല്ലോ പബ്ലിസിറ്റി ആവശ്യമാണ്. എവിടെ തിന്മയുണ്ടോ അതിന് പബ്ലിസിറ്റി ആവശ്യമാണ്. അതിങ്ങനെ തട്ടഹസിച്ചുകൊണ്ടും ബഹളം വെച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഇടയിലും അങ്ങനെയാണ്. നമ്മളൊരു മനുഷ്യനെ നശിപ്പിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം തന്നെ എന്തു ചെയ്യും? ഒരു വാറോല അങ്ങ് അടിച്ചിറക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഈ വാറോലയ്ക്കൊന്നും ഒരു ക്ഷാമവുമില്ല. ഈ വാറോലയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുന്നത് അപ്പം തന്നെ അങ്ങ് വിശ്വസിക്കുക എന്നുള്ളതാണ്. ആവർത്തിച്ച് പറയുമ്പം സത്യം പൂർണ്ണമായിട്ട് അറിയാവുന്ന ആൾ പോലും വിചാരിക്കും എന്താണ്, ഇതെങ്ങനെയൊക്കെ ആണോ എന്ന് ചിന്തിക്കും. ഇപ്പോൾ ഈ പബ്ലിസിറ്റി, തിന്മയ്ക്ക് എപ്പോഴും പബ്ലിസിറ്റി ആവശ്യമാണ്. എവിടെ പബ്ലിസിറ്റി ഉണ്ടോ അവിടെ തിന്മയുണ്ട്. നന്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നന്മ ഇങ്ങനെ നിശബ്ദമായിട്ട് നിലകൊള്ളുകയാണ്. തിന്മ അസർട്ടീവായിട്ട് നിലകൊള്ളുമ്പോൾ നന്മ ഇങ്ങനെ നിശബ്ദമായിട്ട് നിലകൊള്ളുകയാണ്. നന്മയുടെ ഭാഷ എന്ന് പറയുന്നത് മൗനത്തിൻ്റെ ഭാഷയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രതികരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അവരെ പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ട് തിന്മയാണ് അവരുടെ കൂടെ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നന്മയാണ്. പ്രതികരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല.
അന്തോണിയോസ് തിരുമേനി പണ്ടൊരു കഥ പറഞ്ഞത് ഞാൻ എങ്ങനെ ഓർക്കുകയാണ്. തിരുമേനി കഥ പറയുന്നതിൽ വളരെ അഗ്രഗണ്യനാണ്. പഴയ കാലത്തെ കഥകളൊക്കെ പറയുന്നത്. തിരുമേനി പറയും, ഈ പൊതുവെ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തിരുമേനി പറയുന്ന ഒരു കഥയാണ്. ഒരു മനുഷ്യൻ ഒരു കെട്ട് പഞ്ഞിയായിട്ട് ഒരു മലയുടെ മുകളിലേക്ക് പോകുന്നു. മലയുടെ മുകളിൽ ചെന്നിട്ട് ഈ പഞ്ഞിയെല്ലാം വിതറുകയാണ്. അത് കഴിഞ്ഞ് പിന്നീട് പറയുകയാണ്, അത് പെറുക്കി കൂട്ടുവാനായിട്ട് പറയുകയാണ്. സാധിക്കുമോ? ഇതുപോലെയാണ് നമ്മുടെ വായിൽ നിന്ന് നമ്മൾ പ്രചരിപ്പിക്കുന്ന അപവാദ പ്രചരണങ്ങളുടെ പ്രത്യേകത. അതാണ്. ഒരിക്കലും നമ്മൾ അറിയാത്ത, സത്യം മനസ്സിലാക്കാത്ത ഒരു കാര്യം അവതരിപ്പിച്ചാൽ, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അവതരിപ്പിച്ചാൽ അതൊരിക്കലും അത് തിരികെ എടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ നിയമത്തിനും ചില പ്രശ്നങ്ങളുണ്ട്. ഒരാൾ കുറ്റവാളിയാകുന്നത് എപ്പോഴാണ്? പറയാമോ? കുറച്ചൊക്കെ നിയമം പഠിക്കണം. അല്ലെ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. വക്കീലുമാർ മാത്രം നിയമം പഠിച്ചാൽ പറ്റുകയില്ല. നമ്മൾ സാധാരണ വിശ്വാസികളും കുറച്ചൊക്കെ നിയമം പഠിച്ചാലേ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമായി നിയമം പഠിച്ച് മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഏൽക്കുന്ന ഒരു പ്രഹരം മൂലം അവനെ ഒരു കുറ്റവാളിയായിട്ട് ലോകം എണ്ണുന്നത് എപ്പോഴാണ്? ലോകം എണ്ണുന്നത് അവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ലോകം അവനെ കുറ്റവാളി എന്ന് വിധിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അവൻ കുറ്റവാളിയാകുന്നത് എപ്പോഴാണ്? കോടതിയിൽ പോയി കേസൊക്കെ നടത്തി വിധി പ്രസ്താവിച്ച് കഴിയുമ്പോഴാണ് അവൻ കുറ്റവാളിയായിട്ട് വിധിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മുടെ നിയമത്തിനും ചില പ്രശ്നങ്ങളുണ്ട്. തുടക്കം മുതലേ ഒരു മനുഷ്യനെ ഇങ്ങനെ കുറ്റവാളിയായിട്ട്, ഒരു പ്രചരണം ഉണ്ടാകുമ്പോൾ കുറ്റവാളിയായിട്ട് വിധിക്കുകയാണ്. ഇത് ലൈവ് പോകുന്നതുകൊണ്ട് ഒരുപക്ഷെ എന്നെ വിമർശിക്കുന്നവരും കാണും. സന്തോഷമേ ഉള്ളൂ. ശ്രേഷ്ഠമായി മൗനത്തിൻ്റെ ഭാഷ അവലംബിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പ്രശസ്തിയുടെ, പബ്ലിസിറ്റിയുടെ പുറകെ പോകുന്നുണ്ട്. കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടത്, അവർക്ക് പ്രചരണം വേണ്ടത് തിന്മയെ കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്തെ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയക്കാർ തന്നെയാണ്. പണ്ട് കാലത്ത് യുദ്ധത്തിൻ്റെ സമയത്ത് ശത്രു രാജ്യത്തെ തോൽപ്പിക്കുവാനായിട്ട് ഈ വാർഫെയർ പ്രൊപ്പഗാൻഡാസ് ഉണ്ടായിരുന്നു. കുറേ പ്രൊപ്പഗാൻഡകൾ ഇങ്ങനെ അടിച്ചുവിടും യുദ്ധം ജയിക്കുവാനായിട്ട് വേണ്ടി. അങ്ങനെയായിരുന്നു. അതൊരു ശത്രുവിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായ ഈ പ്രൊപ്പഗാൻഡകളൊക്കെ അവർ അടിച്ചുവിടുള്ളൂ. ഇന്നൊരു നിയമവുമില്ല. ഒരു നിയമവും ഇല്ലാത്തത് ദുഷ്ടൻ്റെ പ്രത്യേകതയാണ്, ശത്രുവിൻ്റെ പ്രത്യേകതയല്ല. അതുകൊണ്ടാണ് വിവാഹകൂദാശയ്ക്ക് നിങ്ങളിങ്ങനെ വരുമ്പോൾ പിതാക്കന്മാരിങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും ദുഷ്ടന്മാരെ വെറുക്കുന്നവരും ആയി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ശത്രുക്കളെ സ്നേഹിക്കണം, ദുഷ്ടന്മാരെ വെറുക്കണം. ഈ ദുഷ്ടൻ ആരാണ്? ബീശോനാണ്. ദുഷ്ടൻ ബീശോനാണ്. ആകൽ കറുസായാണ്, അല്ലേ? ദുർപ്രചരണങ്ങളെ സ്നേഹിക്കുന്നവനാണ്. ആകൽ കറൂസായാണ്. അപ്പോൾ മൗനത്തിൻ്റെ ഭാഷ അവലംബിച്ചവരിൽ ഒരിക്കലും ഇതുപോലുള്ള ദുഷ്പ്രചരണങ്ങൾ അല്ലെങ്കിൽ പബ്ലിസിറ്റികൾ അവരുടെ ഭാഗത്ത് നിന്ന് വരികയില്ല. നമുക്കറിയാം, ശ്രേഷ്ഠമായി ഈ ലോകത്ത് ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായി ഈ ലോകത്ത് ജീവിക്കുന്ന അനേകം ആളുകളുണ്ട്. ഈ ആളുകളെ ആരും നമ്മൾ അറിയുന്നില്ല. അതിനൊരു ഉദാഹരണം തന്നെയാണ് അന്തോണിയോസ് തിരുമേനി. അന്തോണിയോസ് തിരുമേനിയെ സഭയിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാമായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ തിരുമേനിയെ അറിഞ്ഞ് തുടങ്ങിയത്. എപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്നിങ്ങനെ ഒഴിഞ്ഞ്, പ്രശസ്തിയിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞ് അദ്ദേഹം ജീവിക്കുമായിരുന്നു. ഒരിക്കലും ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് തിരുമേനി പാസ്പോർട്ട് എടുക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അതിനു മുമ്പ് തിരുമേനി എന്നോട് ഒരിക്കലും പറഞ്ഞു, ഞാൻ പാസ്പോർട്ട് എടുക്കാത്തത് കൊണ്ട് പാസ്പോർട്ട് എടുത്ത മെത്രാപ്പോലീത്തമാരെ അടിക്കാനുള്ള ഒരു വടിയായിട്ട് വാർത്താമാധ്യമക്കാരെ എന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തിരുമേനി എന്നോട് തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ഇനി മുതൽ ഈ ചോദ്യം ചോദിച്ച് ഞാനൊരു ഉത്തരം പറയും. ഇത് തിരുമേനി പറഞ്ഞത് ഇങ്ങനെയാണ്: പാസ്പോർട്ട് എടുക്കുന്നതോ എടുക്കാതിരിക്കുന്നതോ കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. ശ്രദ്ധിച്ചേ,
പാസ്പോർട്ട് എടുക്കുന്നതോ എടുക്കാതിരിക്കുന്നതോ കുറ്റകരമായിട്ടുള്ളൊരു പ്രവൃത്തിയല്ല. ആവശ്യം വന്നാൽ എടുത്തേ പറ്റൂ. ദി അന്തോണിയോസ് തിരുമേനിക്ക് ഒരു ആദർശമുണ്ടെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് എടുത്തേ പറ്റൂ. വിദേശത്തേക്ക് സഞ്ചരിച്ചേ പറ്റൂ. പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ മൗനത്തിൻ്റെ ഭാഷ അതിനെ പ്രണയിച്ച്, മൗനത്തെ പ്രണയിച്ച്, ആരാധനയെ പ്രണയിച്ച് ഇങ്ങനെ നടന്ന് നീങ്ങിയാണ്. ആ വീതിയിലൂടെയാണ് നാമും സഞ്ചരിക്കേണ്ടത്. 3 ദിവസത്തെ വഴിദൂരത്തിൽ മൗനത്തിൻ്റെ ഭാഷ പരിശീലിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. ആ വഴിദൂരത്തിൽ നമ്മളെ തൊട്ടുയർത്തുന്ന ധ്യാനം മൗനത്തിൻ്റേതാണ്. ഞാൻ അല്പം ദീർഘിച്ചു പോയി അടുത്ത വഴിയിലേക്ക്, അടുത്ത ധ്യാനത്തിലേക്ക് കിടക്കുകയാണ്. ഈ 3 ദിവസത്തെ വഴിദൂരത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത് പ്രാർത്ഥനയുടെ ധ്യാനത്തെയാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തിക്കുവാനായിട്ടുള്ള അർത്ഥനയാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയാണ് പ്രവർത്തിക്കുവാനായിട്ട്. നേരം പുലരുകയാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. യാക്കോബ് പറഞ്ഞു, ദൂതൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് പറഞ്ഞു, അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങയെ വിടുകയില്ല എന്ന്. ആ ഇരുട്ടിലെ ദൈവവുമായിട്ട് യാക്കോബ് മൽപ്പിടുത്തം നടത്തുകയാണ്. ഒടുവിൽ പുലർച്ചയിൽ പോകാൻ തുടങ്ങുന്ന സമയത്ത് ദൈവത്തെ വാശിയോടെ പിടിച്ചു നിർത്തുകയാണ് യാക്കോബ്. ആ വാശിയോടെ ദൈവത്തെ പിടിച്ചു നിർത്തുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളവിടെ കാണുന്നത്. എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. വന്നിട്ട് കണ്ടുപോകാൻ നിൽക്കുന്ന ദൈവത്തിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച് അനുഗ്രഹം യാചിക്കുന്ന ഒരു മനുഷ്യനെയാണ് അവിടെ കാണുന്നത്, അല്ലേ? സ്വർഗരാജ്യം ബലവശ്യമാണ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ്. യാചിക്കുന്നവരുടേതാണ്, ചോദിക്കുന്നവരുടേതാണ് സ്വർഗരാജ്യം. യാക്കോബ് പറയാണ്, ദൈവത്തെ മുഖാമുഖം കണ്ടിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നുവല്ലോ. അത് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. ഇപ്പോൾ സ്വർഗരാജ്യം ഇങ്ങനെ യാചിക്കുന്നവരുടേതാണ്. എങ്ങനെ യാചിക്കണം? സ്വാർത്ഥനയല്ല, അല്ലേ? പ്രാർത്ഥിക്കുന്നതിന് ചില നിയമങ്ങൾ ഉണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ മകള് നന്നാകണേ, എൻ്റെ മോന് നന്നാകണേ, ഭർത്താവിൻ്റെ കുടിമാറണമേ, അയൽവക്കത്തെ ആളുകൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം കൂടോത്രം ചെയ്യാതിരിക്കണമേ, അവരുടെ കൂടോത്രത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ, അല്ലേ എന്ന് കടന്നുകൂടിയതാണ് ഈ പ്രാർത്ഥന എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ചില പള്ളിയിലെ അച്ഛന്മാർ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭവന സന്ദർശനത്തിന് പോകുമ്പോൾ കരുണയുള്ള ദൈവത്തിൻ്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ജനം പറയുന്നത് എന്നാണെന്നറിയാമോ? അങ്ങേരെ പ്രാർത്ഥനയ്ക്ക് ഒരു സുഖവുമില്ല. അങ്ങേരെ പ്രാർത്ഥനയ്ക്ക് സുഖം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അയ്യോ ഈ അമ്മച്ചിയെ കാത്തുകൊള്ളണമേ, അമ്മച്ചിയെ രക്ഷിക്കണമേ, അമ്മച്ചിയുടെ പേര് പറഞ്ഞ്, മക്കളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ആളുകൾക്ക് സംതൃപ്തിയും സമാധാനവും ഉണ്ടാവുള്ളൂ. അതൊരു പാരമ്പര്യമല്ല. ഓർത്തഡോക്സ് പാരമ്പര്യം അങ്ങനെയല്ല. എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽ അതിൻ്റെ അന്തരാത്മാവിനെ കണ്ടെത്ത് അതിലൂടെ നമ്മൾ ചലിക്കണം. ഈ ആരാധനാ ശാസ്ത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധനാശാസ്ത്രം നമ്മളിലേക്ക് വരികയല്ല, നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അതുകൊണ്ടാണ് വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ ഓർത്തഡോക്സ് സഭയുടെ ആരാധന ഒരിക്കലും മനസ്സിലാകുകയില്ല. എന്താണ് അവിടെ പറയുന്നത്? 2-3 മണിക്കൂർ നീയൊക്കെ എങ്ങനെയാ പള്ളിയിൽ പോയി നിൽക്കുന്നു എന്നാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ 2-3 മണിക്കൂർ പള്ളിയിൽ പോയി ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ എത്ര സമയം ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ള തോന്നൽ നമുക്കുണ്ടോ? ഒരിക്കലും ഉണ്ടാകുകയില്ല. പ്രത്യേകിച്ച് പരിശുദ്ധ കഷ്ടാനുവാഴ്ച രാവിലെ മുതൽ സന്ധ്യ വരെ ഇങ്ങനെ പള്ളിയോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. നിലത്ത് കുമ്പിടുന്നു, ദൈവത്തെ കാണുന്നു, ദൈവത്തിൻ്റെ പാദങ്ങൾ സ്പർശിക്കുന്നു, ആ തിരുവിലാവിൽ കൈയിടുന്നു, ആ ക്രൂശ് എടുത്ത് ചുമന്നുകൊണ്ട് പോകുന്നു. നമ്മൾ ചുമന്നുകൊണ്ട് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു, അല്ലേ? പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച സമയത്ത് പുരോഹിതൻ ആ കുരിശ് വഹിച്ചുകൊണ്ട് ദേവാലയത്തിൻ്റെ ഉള്ളിലൂടെ പ്രദക്ഷിണം നടത്തുമ്പോൾ ഓരോ മനുഷ്യരുടെയും മുഖത്തേക്ക് നോക്കിയാൽ മതി. വെറുതെ ഒന്നും കരയുന്നതല്ല, അതിൻ്റെ അന്തരാത്മാവിനെ കണ്ടെത്തിയത് കൊണ്ടാണ് അത് കരയുന്നത്. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അത് തന്നെയാണ്. പിതാക്കന്മാർ അവർ ധ്യാനിച്ച് മരുഭൂമിയിൽ വർഷങ്ങളോളം തപസ്സനുഷ്ഠിച്ച് രക്തത്തുള്ളികൾ വിയർപ്പാക്കി അവർ എഴുതിയെടുത്ത പ്രാർത്ഥനകൾ അത് നമുക്ക് ചൊല്ലുമ്പോൾ അതിൻ്റെ ഫീല് തോന്നാതിരിക്കുന്നത് അതിൻ്റെ അന്തരാത്മാവിനെ കണ്ടെത്താത്തത് കൊണ്ടാണ്.
പിടിച്ച് മേടിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കാലിൽ ഇങ്ങനെ മുറുകെ പിടിച്ച് മേടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് പിതാക്കന്മാർ, യാക്കോബിനെ ഫോളോ ചെയ്ത് തന്നെയാണ് പിതാക്കന്മാർ ഈ പ്രാർത്ഥനകളെല്ലാം എഴുതിയിരിക്കുന്നത്, അല്ലേ? ക്രിസ്തു എപ്പോഴും ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. കടലെ ശാന്തമാക്കി കടന്നുപോയ ക്രിസ്തു, എമ്മാവോസിലേക്കുള്ള യാത്രയിൽ ശിഷ്യന്മാരുടെ ഒപ്പം നടന്ന് സംസാരിച്ച ക്രിസ്തു, ഈ ക്രിസ്തു ഉണ്ടല്ലോ നമ്മളെ തേടി വരുന്നുണ്ട്. നമ്മളെ തൊട്ട് അരികെ ക്രിസ്തു നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടെ പ്രാർത്ഥിക്കുന്നവരെയല്ല, പ്രാർത്ഥന ജീവിതമാക്കിയവരാണ് ദൈവാനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. 7 യാമങ്ങളിലായിട്ട് പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നു പരിശുദ്ധ സഭ. ഈ 7 യാമങ്ങളിൽ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത് സമയത്തെ വിശുദ്ധീകരിക്കുവാനാണ്. 7 യാമങ്ങളിലുമുള്ള സമയത്തെ വിശുദ്ധീകരിക്കുവാൻ തക്കവണ്ണമാണ് ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുന്നവരല്ല ദൈവാനുഭവത്തിലേക്ക് കടക്കുന്നത്, പ്രാർത്ഥന ജീവിതമാക്കിയവരാണ്. ആ പ്രാർത്ഥന ജീവിതമാക്കിയവരുടെ മുമ്പിലേക്ക് ചെന്ന് പിതാക്കന്മാർ എഴുതിയ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവരറിയാതെ അതിലേക്ക് ലയിക്കും, അതിൽ അന്തർലീനമായി തീരും അവർ. ഫ്രാൻസിസ് അസീസിയുടെ കാര്യം പറഞ്ഞു. അയാളൊരു വയലിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ എതിരെ ഒരു വൃദ്ധൻ നടന്നു വരുന്നുണ്ട്. ഫ്രാൻസിസ് അസീസിയെ കണ്ട സമയം അദ്ദേഹം ചേറിലേക്ക് ഇറങ്ങി ഫ്രാൻസിസ് അസീസിയുടെ മുഖത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, എല്ലാവരും പറയുന്നു നിങ്ങളൊരു വിശുദ്ധനാണ് എന്ന്. വീണ്ടും അദ്ദേഹം പറയാണ്, അങ്ങനെ ആയിരിക്കണം. എല്ലാവരും പറയുന്നു നീ ഒരു വിശുദ്ധനാണ്, അങ്ങനെ ആയിരിക്കണം. ഇത് പറഞ്ഞിട്ട് അയാൾ ചേറിലേക്ക് ഇറങ്ങി അയാൾ നടന്ന് അകലുകയാണ്. അപ്പോൾ ഫ്രാൻസിസ് അസീസി തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, കണ്ടോ ദൈവം ചേറിൽ നിന്ന് കയറി വന്ന് എന്നെ ശാസിച്ച് ചേറിലേക്ക് ഇറങ്ങിപ്പോയി എന്ന്. ആ എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ ദൈവം കൂടെ നടക്കുന്നുണ്ട്, തിരിച്ചറിയണം. നമ്മൾ ഈ ടൗണിലൂടെ എല്ലാം യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഭിക്ഷക്കാരൊക്കെ കുറവാണ്. നമ്മളെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇതൊരു ഭിക്ഷക്കാരുടെ എന്ന് പറയുന്ന ഒരു ലോബിയാണെന്ന് ആരോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭിക്ഷ കൊടുക്കുവാൻ താല്പര്യമില്ല. എന്നാലും നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, കീറി പറഞ്ഞ വേഷം. അയാൾ വടിയൊക്കെ കുത്തിപ്പിടിച്ചൊരു പാത്രവുമായി വന്നോട് നമ്മൾ ഭിക്ഷ ചോദിക്കുകയാണ്, എന്തെങ്കിലും അമ്മ എന്തെങ്കിലും തരണമേ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെല്ലാം ആ ലോബിയുടെ ആളുകളായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. ഒന്നും കൊടുക്കുകയില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നടന്നങ്ങ് നീങ്ങും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ അയാൾക്കൊന്നും കൊടുക്കാതെ പോയത് മോശമായി പോയല്ലോ. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വല്ലാത്തൊരു വിങ്ങലുണ്ടാവും. എന്നാലും നമ്മൾ തിരിച്ച് അയാളെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അയാളെ ആ ഭാഗത്ത് എങ്ങും കാണുകയില്ല. മഷി ഇട്ട് നോക്കിയാൽ അവിടെ എങ്ങും കാണുകയില്ല. സ്ഥിരമായി ഒരുപക്ഷെ അയാളെ അവിടെ കണ്ടിരിക്കുന്നതാണ്. നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അയാളെ കാണുകയില്ല. അറിയാതെ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, ദൈവമേ നീ തന്നെയാണോ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് തോന്നും. അപ്പോൾ പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ജീവിതം, ഇങ്ങനെ ശ്രേഷ്ഠമായ പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ജീവിതത്തിലൂടെ നടന്ന് നീങ്ങുമ്പോൾ ഒരു ധ്യാനം നമ്മളിൽ ഉണർത്തണം. ആ ധ്യാനം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ബലിപീഠത്തോടാണ് സഞ്ചരിക്കുന്നത്. പ്രാർത്ഥന ബലിയായിത്തീരുന്ന ആ വലിയ അനുഭവത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. എത്ര നോമ്പ് നോക്കിയാലും എത്ര പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥന ഈ ബലിപീഠത്തോട് സമീപിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിരർത്ഥകമാണ്. നോമ്പ്, ഉപവാസം ഇവയൊക്കെ നിരർത്ഥമാണ്. അബ്രഹാം എന്ന് പറയുന്ന വിശ്വാസികളുടെ പിതാവായിട്ടുള്ള ഒരു പുണ്യപുരുഷനെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പുത്രനെ, ഒരു മകനെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പരിലാളിച്ച, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ, ഒന്ന് ഓമനിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ആ മോറിയാമലയിലെ മഹത്തായ ബലിപീഠത്തിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുവാൻ ദൈവം കൽപ്പന കൊടുത്ത് ആ 3 ദിവസത്തെ വഴിദൂരം അവർ സഞ്ചരിക്കുന്നുണ്ട്. എന്തായിരിക്കും അബ്രഹാം പ്രാർത്ഥിച്ചത്? ദൈവമേ ആ ബലിയിൽ നിന്ന് നീ പിന്മാറണമേ എന്ന് അബ്രഹാം ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടുണ്ടാകില്ല.
കാരണം വിശ്വാസികളുടെ പിതാവ് എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ പിതാവ് പ്രാർത്ഥിച്ചത് ഇപ്രകാരമായിരിക്കും: ബലഹീനമായതിനെ സ്വീകരിക്കണമേ എന്നാണ്. തനിക്കുള്ളത് താൻ ഓമനിച്ച് വളർത്തിയത്, താൻ ശ്രേഷ്ഠമായി തനിക്ക് ദൈവം നൽകിയതിനെ ബലിപീഠത്തിൽ ബലിയായി അർപ്പിക്കുവാൻ പോകുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്നത് ബലഹീനമായതിനെ സ്വീകരിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെയാണ് പിതാക്കന്മാർ എഴുതി ചേർത്ത പ്രാർത്ഥന. നമ്മൾക്ക് കഴിയാതെ പോകുന്നതും എനിക്ക് നിങ്ങൾക്ക് കഴിയാതെ പോകുന്നതും അതാണ്. എത്രയെത്ര പ്രാർത്ഥിച്ചാലും ഈ ബലിപീഠത്തോട് സമീപിക്കുവാൻ തക്കവണ്ണം ശക്തിയുള്ള പ്രാർത്ഥനകൾ നമ്മൾക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ബലമായിട്ട് യാക്കോബ് ആ ദൈവദൂതന്റെ കാലിൽ ഇങ്ങനെ പിടിക്കുകയാണ്. അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പറയുകയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് നമ്മൾക്ക് ആവശ്യം. ഇനിയും കുറേ പറയുവാനുണ്ട്, സമയം ചുരുക്കം മൂലം ഞാൻ നിർത്തുകയാണ്. ആ 3 ദിവസത്തെ വഴിദൂരത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഉണർത്തേണ്ട 2 ധ്യാനത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംവേദിച്ചത്. ഒന്നാമത്തെ ധ്യാനം എന്ന് പറയുന്നത് മൗനത്തിൻ്റെ ധ്യാനമാണ്. മൗനത്തിൻ്റെ ഭാഷ നമ്മൾ പരിശീലിക്കണം. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാജീവിതത്തിൽ ഒക്കെ ഈ മൗനത്തിൻ്റെ ഭാഷ നമ്മൾ പരിശോധിക്കുമ്പോൾ മനുഷ്യനിൽ തത്വമുണ്ടാകും. മനുഷ്യനിൽ തത്വമുണ്ടാകുമ്പോൾ അവന് മനുഷ്യത്വം ഉണ്ടാകും. പുരോഹിതനിൽ തത്വമുണ്ടാകും. പുരോഹിതനിൽ തത്വമുണ്ടാകുമ്പോൾ അവന് പൗരോഹിത്യം ഉണ്ടാകും. മൗനത്തിൻ്റെ ഭാഷ അവലംബിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ആ വഴി ദൂരം സഞ്ചരിക്കുവാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ ധ്യാനം പ്രാർത്ഥനയുടെ ധ്യാനമാണ്. ശ്രേഷ്ഠമായി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് സഭ നമ്മൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന പ്രാർത്ഥനകളെ ചൊല്ലി ആ പ്രാർത്ഥനകളിൽ അന്തർലീനമായിരിക്കുന്ന ആത്മാവിനെ തൊട്ടറിഞ്ഞ് രുചിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. അത്രയും വഴി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രവചനം പൂർത്തീകരിക്കപ്പെടും. ഇനിയും 40 ദിവസം കഴിഞ്ഞാൽ നിനുവ ഉന്മൂലമായി നശിക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി ജനങ്ങളെല്ലാം മാറി അവർ രട്ടെടുത്തു, ചാരം വാരി വിതറി. മുല കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാതായി മൃഗങ്ങളും പക്ഷിമൃഗാദികളും സകല ജന്തുക്കളും മനുഷ്യരുമെല്ലാം ഉപവാസത്തിന് അടിമകളായി ഈ 40 ദിവസം പ്രാർത്ഥനയുടെ നിറവിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ 3 ദിവസത്തെ വഴിദൂരത്തിൽ യഥാർത്ഥമായ മൗനത്തിൻ്റെ ധ്യാനത്തെയും പ്രാർത്ഥനയുടെ ധ്യാനത്തെയും കണ്ടെത്തുന്നവനെ പ്രവചനം പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ മഹത്തായിട്ടുള്ള താലന്തുകളെ ഉപയോഗിക്കുവാനും ആ നിയോഗങ്ങളെ പൂർത്തീകരിക്കുവാനും ആ പ്രവചനം പൂർത്തിയാക്കുവാനും തക്കവണ്ണം സജ്ജീകരിക്കട്ടെ, ഉപയുക്തമാക്കി തീരട്ടെ. നമ്മുടെ നോമ്പ് അർത്ഥസമ്പൂർണമായിട്ട് തീരട്ടെ.